താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം. ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം കുടുംബങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ അപ്പസ്തോലിക ആഹ്വാനത്തിൽ നിന്ന് ഏറെ സ്നേഹത്തോടെയുള്ള ചർച്ചകളും ചിന്തകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഈ ചിന്തകളും ചർച്ചകളും നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതൽ സ്നേഹത്തിൽ വളരാനായിട്ട് സഹായിക്കും എന്ന് കരുതുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് ഏറ്റവും സുപരിചിതനായ ഡോക്ടർ KM ഫ്രാൻസിസ് സാറിനെയാണ് നമ്മൾ പരിചയപ്പെടുക. സെൻറ്റ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപതാ പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായിരിക്കുന്ന KM ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഏറെ സ്നേഹത്തോടെ വർഗീസ് കുത്തൂരച്ചനെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ വർഗീസ് കുത്തൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് മാനേജരാണ്. കുടുംബ പ്രശ്നങ്ങളിൽ സ്നേഹത്തോടെ ഇടപെടുന്ന വർഗീസ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനും കുടുംബങ്ങളുടെ സമർപ്പിത സമൂഹമായ ലോവ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റുമാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ടോണിയെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നാം നമ്മളുടെ കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ വികാരങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. എല്ലാ കാലഘട്ടത്തിലും മക്കളുടെ ഇടയിലും ദമ്പതികൾക്കിടയിലും പ്രായമായവരുടെ ഇടയിലും എത്ര പ്രാധാന്യത്തോടെയാണ് ഈ വികാരങ്ങളെ നാം കൈകാര്യം ചെയ്യേണ്ടതെന്നും അത് പ്രകടിപ്പിക്കേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി ഇന്ന് നാം വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ വികാരം എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ചിലർക്ക് തോന്നും വികാരം അതിൽ തന്നെ തെറ്റ്, വികാരം ഉണ്ടാകുക എന്ന് പറയുന്നത് അതിൽ തന്നെ തെറ്റാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ വികാരം എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ചിലർക്കതൊരു അയ്യോ അത് ശരിയാണോ എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാകാറുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് തുടങ്ങാം. വികാരങ്ങളെക്കുറിച്ച് അത് തന്നിൽ തന്നെ നന്മയോ തിന്മയോ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു പറഞ്ഞു. പക്ഷേ എങ്കിലും ചിലർക്ക് ഇപ്പോൾ ലൈംഗിക വികാരം അത് ശരിയാണോ തെറ്റാണോ? പ്രായപൂർത്തിയായ ഒരു പുരുഷൻ്റെയും സ്ത്രീയിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള അടിസ്ഥാന വികാരമാണ്. അതായത് ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീയിലും സ്ത്രീയെ കാണുമ്പോൾ പുരുഷനിലുമുള്ള ആകർഷകത്വം, ഫാസിനേഷൻ. പക്ഷേ ആ ആകർഷകത്വം ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് ചോദ്യം. ഭക്ഷണം കാണുമ്പോൾ വിശപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്, അത് ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ആ വിശപ്പ് ലോകത്തിലുള്ള സകല വസ്തുക്കളും തിന്നു തീർക്കണമെന്ന് ഉള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിയാൽ അതിനെ ആർത്തി അല്ലെങ്കിൽ രോഗം എന്ന് വിളിക്കും. അതേപോലെ ലൈംഗികത എന്ന് പറയുന്നത് ആ ആകർഷണം മറ്റൊരാളെ കീഴടക്കാനുള്ള പ്രചോദനമായി രൂപാന്തരപ്പെടുകയാണെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ വികാരങ്ങൾ തന്നിൽ തന്നെ തെറ്റല്ല, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ദൈവം നിയോഗിച്ച ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും തകർന്നു പോകും. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വലിയ വ്യത്യാസതാണ്. മൃഗങ്ങളെ മറ്റുള്ളവർ തടഞ്ഞില്ലെങ്കിൽ അവരെ തോന്നുന്നത് പോലെ വികാരം പ്രകടിപ്പിക്കും. മനുഷ്യൻ സ്വയം വികാരം പ്രകടിപ്പിക്കാൻ അവന് കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആകർഷണത്വം കൊടുത്തതുപോലെ തന്നെ ഇച്ഛാശക്തി, ആത്മനിയന്ത്രണം, പ്രാർത്ഥന, അങ്ങനെ കുറേയേറെ മറ്റു സ്കില്ലുകളും ദൈവം കൊടുത്തിട്ടുണ്ട്. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മനുഷ്യന് നിയന്ത്രണമില്ല
അതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. ഇമോഷണൽ ഔട്ട് ബേഴ്സ്, വൈകാരിക തീവ്ര സ്വഭാവം ഇന്ന് പല കുടുംബങ്ങളുടെയും നാശത്തിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ അത് ഭയങ്കര ഓവർ ദേഷ്യമാവുന്നു, അത് വലിയ തകർച്ചയിലേക്കും പൊട്ടിത്തെറിയിലേക്കും, സാധനങ്ങൾ വലിച്ചെറിയുക, ടി വി തല്ലി പൊളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലൈംഗിക വികാരമാണെങ്കിൽ തന്നെയും അത് നിയന്ത്രിക്കാനാവാതെ അത് ബെഡ്റൂമിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു തരത്തിലാണെങ്കിലും ഒക്കെ അതിനൊരു ഔട്ട് ബേസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. അപ്പോൾ വികാരത്തിൻ്റെ ഈ വികാരങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് എത്രത്തോളം ഉപയോഗിക്കപ്പെടണമെന്നുള്ള കാര്യം നമ്മൾ വികാരങ്ങൾ നമുക്ക് ചാനൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പല വിധത്തിൽ തന്നെ ചാനൽ ചെയ്യാം. നമുക്ക് വെള്ളം ഒഴുകുന്നതിനെ നമുക്ക് പല വഴിക്ക് തിരിച്ചുവിടാമെന്ന് പറയുന്ന പോലെ വികാരങ്ങളെ നമുക്ക് പല വഴിക്ക് ചാനൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വികാരങ്ങൾ ദൈവിക പദ്ധതിയിലേക്ക് ചാനൽ ചെയ്യപ്പെട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. ഇപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ച് ഇപ്പോൾ ആർക്കും എവിടെ വെച്ചും എന്തും ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ഒരു പക്ഷേ പുറം രാജ്യങ്ങളിലുള്ളത് ഇപ്പോൾ ഇന്ത്യയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഈ വികാരങ്ങളുടെ നിയന്ത്രണത്തെ കുടുംബത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ഒരു സാധ്യത. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അവരുടെ പ്രായം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജോലി, അവരുടെ മാനസികാവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ വികാരങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ, എൻ്റെ വികാരങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക. അല്ല അച്ഛൻ, എൻ്റെ വീട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് അച്ഛനിപ്പോൾ തന്നെ സൂചിപ്പിച്ചതാണ്. കാരണം എൻ്റെ മകൾ വന്നിട്ട് പറയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു പ്രകടപ്രസംഗം ഒരു 3 മിനിറ്റ് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിലെനിക്ക് ആനന്ദിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ അപ്പൻ 10,000 പ്രസംഗം പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ ഈ 3? പക്ഷേ ആ കൊച്ചിൻ്റെ വികാരം മനസ്സിലാക്കാതെ അവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തായാലും നിന്റെ പ്രായത്തിൽ ഇത് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞത് വലിയ കാര്യമായി എന്നല്ല പറയണേ, നിന്നേക്കാൾ വലിയവനാണ് ഞാനിന്ന് സ്ഥാപിക്കണത്. അതൊരു തരത്തില് പറഞ്ഞാല് സ്വാർത്ഥതയാണ് കേട്ടോ. പ്രായമായവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഇവിടെ വരുന്നത് അങ്ങനെയാണല്ലോ. എപ്പോഴും ചിന്തിക്കാറുണ്ട്, ചെറുപ്പമായിരുന്നപ്പോഴേ ഈ കണ്ണാട വെച്ചിരുന്നില്ലേ, ചെറിയ കണ്ണാട, റീഡബിൾ. ഞാൻ അന്നൊക്കെ ചിന്തിച്ചിരുന്നു, ഈ അപ്പാപ്പന് ആ കണ്ണാട അങ്ങോട്ട് കയറ്റി വെച്ച് വായിച്ചൂടെയെന്ന്. ഞാൻ പതുക്കെ പ്രായമാകുമ്പോ ഞാൻ ആ കണ്ണാട ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അപ്പൊ ഞാൻ തിരിച്ചറിയാണ്, അന്ന് ഈ അപ്പാപ്പനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് തെറ്റായിപ്പോയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുവന്റെ മുഴുവൻ വൈകാരിക ജീവിതവും മുഴുവൻ കുടുംബത്തിനും ഉപകാരപ്പെടുമെന്നും അത് കുടുംബത്തിൻ്റെ പൊതുജീവിതത്തിന് സഹായം ചെയ്യുമെന്നും ഉറപ്പുവരുത്തുന്നതാണ് വൈവാഹിക സ്നേഹം. അപ്പോൾ ഒരു പൊതുജീവിതത്തിലേക്ക് ഒരു മനുഷ്യനെ വളർത്താനും ഈ വികാരങ്ങൾ വേണ്ടതുപോലെ കുടുംബങ്ങളിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നും കൂടെ ഇവിടെ പാപ്പ പറയുകയാണ്. അല്ല, അത് പാപ്പ പറയുന്നതിന് കാര്യമുണ്ട്. കാരണം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രഷർ കുക്കർ നിറഞ്ഞ പോലെയാണ് കോളേജിലെത്തുന്നതെന്ന് കരുതുക. എനിക്കെങ്ങനെയാണ് കുട്ടികളെ വികാരത്തിന് സന്തുലിതമായിട്ട് പെരുമാറാൻ കഴിയുക? ഇപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രഷർ കുക്കർ എന്ന് പറഞ്ഞാൽ പ്രഷറാണെങ്കിൽ കണ്ണിന് പകരം കാല് ഓപ്പറേറ്റ് ചെയ്യും. അതാണ് ഇന്ന്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. മാനസികാവസ്ഥ വേറെ. ഇത് പല ഹോസ്പിറ്റലിൽ ഇപ്പം എന്ത് പറ്റണു, ഇടത്തെ കണ്ണിന് പകരം വലത്തെ കണ്ണെടുത്തു. ഞാൻ പല്ലെടുക്കാൻ പോയിട്ട് ഒരു ഡോക്ടർ പല്ലെടുക്കണത് കേടുള്ള പല്ലല്ല, വേറെ പല്ലുള്ള. ഞാൻ പറഞ്ഞു, നിർത്ത് ഡോക്ടറെ എന്ന്. സത്യസന്ധമായിട്ട് വേറെ ഒന്നുമില്ല. ആ ഡോക്ടറെ പിന്നീട് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഈ വൈകാരിക അസന്തുലിതാവസ്ഥ അനുഭവിക്കുന്ന നമുക്കറിയാലോ. അല്ല, നമ്മളൊക്കെ രാവിലെയൊക്കെ നമ്മള് സ്കൂളിലേക്ക് വേഗത്തിൽ പോകുമ്പോ വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ, ഇപ്പൊ മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇറങ്ങണ സമയത്തൊക്കെ പോലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായാൽ നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ശരിക്കും നമ്മളത് ബാധിക്കും. അതാണ് മാർപ്പാപ്പ പറയുന്നത്. അതിന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ ഇപ്പൊ മക്കള് വിവാഹത്തെ കുറിച്ച് പഠിക്കേണ്ടത് എവിടുന്നാ അല്ലെ? കുടുംബത്തിൽ നിന്ന് കുടുംബത്തിലെ മാതാപിതാക്കളുടെ വൈകാരിക പ്രകടനങ്ങളിൽ നിന്നാണ് എങ്ങനെ നന്നായി കുടുംബജീവിതം നയിക്കണമെന്ന് പഠിക്കേണ്ടതും. അപ്പൊ അത് ചേർത്ത് പിടിക്കാനും അല്ല, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ട് വേണം മക്കള് വിവാഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട്. കുടുംബത്തിന്റെ പൊതു നന്മ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോരുത്തരും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. ഇനി വെച്ച് സപ്രസ് ചെയ്യണമെന്നല്ല. എൻ്റെ വികാരം പ്രകടിപ്പിച്ചാൽ അത് ഏത് അറ്റം വരെ പ്രകടിപ്പിച്ചാലാണ് കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാകുക, കൂടുതൽ സ്നേഹം ഉണ്ടാകുക.
ഞാൻ അല്പം എൻ്റെ ഇതുപോലെ ഞാൻ പ്രകടിപ്പിച്ച സ്നേഹം കുറയാനിടയുണ്ടെങ്കിൽ എൻ്റെ വികാരത്തെ ഞാൻ ഒന്ന് വളരെ വളരെ ബോധപൂർവ്വം നിയന്ത്രിക്കണം. അത് സപ്രഷനല്ല. അത് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. കുടുംബത്തിന്റെ ആ ഒരു കെട്ടുറപ്പിനെ ആയിരിക്കണം പാപ്പ പറയണ ഈ ആശയങ്ങൾ മുഴുവൻ കുടുംബത്തെ കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പാപ്പ ഈ പുസ്തകത്തിലുടനീളം ശ്രമിക്കുന്നത്. അതിന് അച്ഛാ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, എൻ്റെ ഭാര്യ അവൾക്ക് ദേഷ്യം വരുമ്പോൾ ഒരു കാര്യം അവൾ പറയുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ അവൾ പറയുന്ന കാര്യത്തെ മരണം വരെ ഓർത്തുകൊണ്ട് നടക്കണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഭർത്താവ് എന്നുള്ള നിലയിൽ മനസ്സിലാക്കേണ്ടത്, അവളുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഞാൻ നിഷേധിച്ചപ്പോൾ അവൾ അപ്പോഴത്തേക്ക് അവളുടെ വികാരം എക്സ്പ്രസ് ചെയ്തതാണ്. അതിന് മരണം വരെയുള്ള ഒരു തലമണ്ടയ്ക്കകത്ത് വെക്കേണ്ട ഒരു റോള് ഞാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ള സ്നേഹം എനിക്ക് അവളോടുണ്ടെങ്കിൽ മാത്രമേ വികാരപ്രകടനങ്ങൾ പൊതുനന്മയായിട്ടത് മാറുള്ളൂ. പലപ്പോഴും സ്ത്രീകളെ കുറിച്ച് എങ്ങനെ പറയാം, സ്ത്രീകൾ ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ പറയുന്ന വാക്കുകൾ പോലും ഓർത്തു വെക്കുന്ന. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നണോ. എന്താ കാരണം എന്ന് വെച്ചാല് ചിലപ്പോ ഭാര്യ ദേഷ്യം വരുമ്പോ പറയും നിങ്ങൾ എൻ്റെ മുറിയിൽ കിടക്കണ്ട. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവൾ അർത്ഥാക്കണത് കിടക്കണ്ടെന്നല്ല, എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നു എന്നാണ് അതിന്റെ എന്ത് അർത്ഥമുള്ളൂ. പക്ഷെ നമ്മളെ മനസ്സിലാക്കാത്തത് കൊണ്ട് നിന്റെ മുറിയിൽ കിടക്കണ്ടേ, ഞാൻ എൻ്റെ പണിക്ക് പോകണ്ടി എന്നാണ് ചിന്തിക്കണത്. അപ്പോൾ ഇമോഷണലി ബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പറയുന്നതിനെ കേട്ട് അതിന്റെ പിറകിൽ അവർക്ക് ഒരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. സംവേദകത്വത്തിന്റെ രൂപമായി തീരുമ്പോൾ കുടുംബം ഒരു പക്വത പ്രാപിച്ചതായിട്ട് തീരുന്നു എന്ന് പറഞ്ഞാൽ പരസ്പരം ഈ ഒരു സംവേദകത്വം. ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ എന്നോട് പ്രകടിപ്പിക്കുന്ന ഈ വികാരം അത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു പക്വതയുടെ ലക്ഷണമായിട്ടാണ് അവിടെ പറയുന്നത്. പക്വത ഈ പക്വതയിൽ വളരാനാണ് പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ചർച്ചകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈകാരിക പക്വത പ്രകടിപ്പിക്കാൻ ഭാര്യയും ഭർത്താവും പരസ്പരവും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലും ഒക്കെ ഒരു പരിശീലനവും ഒരു പ്രായോഗിക തലത്തിലേക്കുള്ള ചില കാൽവെപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ചിലയിടത്തെങ്കിലും പറ്റുന്നില്ലെങ്കിലേ നമ്മളിപ്പോൾ ഒരു ധ്യാനം കൂടുന്നു, അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു സെമിനാറിന് പോകുന്നു, അത് നമുക്ക് നൽകുന്ന കുറേ ഇൻസൈറ്റുകളുണ്ട്. ആ ഇൻസൈറ്റുകളിലൂടെ തന്നെ ഈ പരിശീലനം നടക്കണം. അല്ല, എന്തിനാ ധ്യാനത്തിന് പോണേ? ധ്യാനത്തിന് പോണതിൻ്റെ കാരണം ഇങ്ങനത്തെ പ്രതിസന്ധികൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടിട്ട് തിരിച്ചറിയാനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അച്ഛന്മാരായിട്ട് ബന്ധമുണ്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ബന്ധമാണ്. അപ്പോൾ ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള പനക്കലച്ചൻ ആണ് പലപ്പോഴും ഞാൻ അച്ഛനോട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അച്ഛൻ തിരുത്തി തരുന്നു. ഇങ്ങനെ ഇപ്പോൾ മകൻ ഒരു തെറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ആദ്യം ദേഷ്യപ്പെടല്ല വേണ്ടത്, ആദ്യം അവനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, എന്നിട്ട് പിന്നെ അവൻ ഉപദേശിക്കുക. സ്നേഹമുള്ളവർ ഉപദേശിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കേൾക്കുള്ളൂ. ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് പനക്കലച്ചനാണ്. ഇത് ധ്യാന ഗുരുക്കന്മാർ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാർ കേൾക്കാൻ പോകുന്നത് തന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ളത് വല്ലതും പറയുന്നുണ്ടോ എന്ന് കേട്ടിട്ട് മാറ്റത്തിന് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിന് തയ്യാറല്ല. ഇത് പ്രായോഗികമാണോ അതാണോ? പക്ഷെ അതേ ഈ ചോദ്യം ഈ പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം പലപ്പോഴും വരും. ഇങ്ങനെ കുട്ടികളോട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് അത്ര എളുപ്പമാണോ? അല്ല, നമ്മൾ യുദ്ധം ചെയ്യണം. കർത്താവ് തന്നെ പറഞ്ഞ എന്താ, സ്വർഗരാജ്യം ബലവശ്യമാണ് ബലവാന്മാർക്ക്. അപ്പൊ അതിനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. പാപ്പയോട് സൂചിപ്പിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തികളും ഈ വികാരങ്ങൾ തീവ്ര വികാരങ്ങൾ നിറയുമ്പോഴാണ് അത് സ്നേഹത്തെ പൂർണ്ണമാക്കുന്നുള്ളൂ. ഈ വൈകാരികത കുടുംബജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും അത് വേണ്ടതുപോലെ പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നുമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പിങ്ങിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഞങ്ങൾ പരസ്പരം വഴക്കൂടാറുണ്ട്.
പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ചെയ്ത് രാത്രി പ്രാർത്ഥിച്ച് ഞങ്ങൾ പിണക്കങ്ങളൊക്കെ തീർത്തിട്ടേ ഉറങ്ങാറുള്ളൂ. ഒരിക്കൽ ഒരു 10 ലക്ഷത്തിൻ്റെ ചിട്ടി ഞങ്ങൾ കിട്ടിയപ്പോൾ ഞാൻ സന്തോഷത്തോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കുറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാതെ കിട്ടിയ ദൈവം തന്ന എന്നുള്ള അനുഭവത്തോടുകൂടി ഞാൻ ക്ഷമിച്ചു. സോണിയോട് അപ്പച്ചനും അമ്മച്ചിയും പറയാറുണ്ട് എനിക്ക് ഭയങ്കര കോപമാണെന്ന്. പക്ഷേ വിവാഹത്തിന് ശേഷം അവൾക്ക് അധികം കോപിക്കാറില്ല. അത് കാരണം അവൾ ക്ഷമയോടുകൂടി സമീപിച്ച കാരണം ഞങ്ങളുടെ ജീവിതം സുഖമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. ഞാനൊരു ചെറിയ ഫാമിലിയിൽ വളർന്നു വന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ഫാമിലി ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ഭയമൊക്കെ ആയിരുന്നു. പക്ഷേ ചേട്ടൻ ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നു. അതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മതബോധനമൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊന്നും അത് സാധിച്ചിരുന്നില്ല. പക്ഷേ മക്കളൊക്കെ വലുതായി സ്കൂളിൽ പോകുന്ന സമയമായപ്പോൾ എന്നെയും മതബോധനം എടുക്കാനായിട്ട് ഇവർ വീട്ടുകാരെല്ലാവരും സമ്മതിച്ചു. ഇപ്പോൾ അതിനെ വിടുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. പഠിച്ചത് അത് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ടൊക്കെ. ഭർത്താവ് മക്കളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പലപ്പോഴും എനിക്കത് പേടിയാവാറുണ്ട്. ഒരു പപ്പയുടെ സ്ഥാനത്ത് നിന്നിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ പോകുന്നുണ്ടോ, കുട്ടികൾക്ക് പപ്പേനെ പേടിയില്ലാതെ ആവുമോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അതൊരു ഭയമായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അത് ആളുടെ ഒരു പ്രകൃതം ചൈൽഡിഷ് ആയതുകൊണ്ട് കുട്ടികളെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് അവരോട് ദേഷ്യത്തിൽ നിൽക്കേണ്ടി വരാറുണ്ട്. കാരണം പപ്പ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ എപ്പോഴും ആയിരിക്കാനായിട്ട് അമ്മയാണ് പിന്നെ അവർക്ക് ഒരു ഭയത്തോടു കൂടി അവർ നോക്കാറുള്ളത്. പലപ്പോഴും എനിക്ക് പേടിയായിട്ട് പപ്പയുടെ ക്യാരക്ടർ തോന്നിച്ചാലും അതും നല്ലതാണെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഈ വൈകാരിക സന്തുലിതാവസ്ഥയാണ് ഒരു പൊതു നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. കുടുംബത്തിലെ വൈകാരിക സന്തുലിതാവസ്ഥ പൊതു നന്മയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബത്തിൽ ഈ വൈകാരിക സന്തുലിതാവസ്ഥ ഇല്ലെങ്കിൽ അത് പൊതു നന്മയെ ബാധിക്കും, ഒരു സമൂഹ നന്മയെ ബാധിക്കും. ഉറപ്പായിട്ടും നമ്മൾ കുറേയേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുമല്ലോ. ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിലുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അവിടെ ചിലപ്പോഴെങ്കിലും ചില കുട്ടികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തെറ്റുകൾ ചെയ്തിട്ട് അവരെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ആദ്യം അവരെ ശാന്തമായിട്ട് ഇരുന്ന് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ ഇല്ലീഗൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ ഒരു മകനായിരിക്കാം, പ്രത്യേകിച്ച് ആൺകുട്ടികൾ. അപ്പോൾ അവർക്ക് ആ കുടുംബത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഒരു വൈകാരിക പക്വത വരാത്തത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഓവറായിട്ട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായിട്ട് തീരുക. ഈ ഒരു അവസ്ഥ നമ്മൾ വളരെ കാര്യമായിട്ട് എൻകൗണ്ടർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ കരുതലോടുകൂടെ സ്നേഹം പ്രകടിപ്പിക്കണം, ദേഷ്യം പ്രകടിപ്പിക്കണം, സങ്കടം പ്രകടിപ്പിക്കണം. പക്ഷേ അതിൻ്റെ പ്രകടിപ്പിക്കേണ്ട രീതിയിലും ഇനി മക്കളെ പരിശീലിപ്പിക്കണം. ചില സഹനങ്ങൾ, ചില ത്യാഗങ്ങൾ, ചില ചലഞ്ചസ്. ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, സമർപ്പിത ജീവിതത്തിൽ പോലും ഈ ഒരു വൈകാരിക പക്വതയുടെ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും അത് കുടുംബവുമായി ബന്ധപ്പെട്ടതാ. എല്ലാവരും പഠിക്കുന്ന, എല്ലാവരും മനസ്സിലാക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ വൈകാരിക പക്വതയുടെ കുറവൊക്കെ. കാരണം മനുഷ്യൻ വളരുന്ന അടിസ്ഥാന കേന്ദ്രമാണ് ഫാമിലി. ഒരു 15 വയസ്സിനുള്ളിൽ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ രൂപീകരിക്കപ്പെട്ട് കഴിയും. ആ രൂപീകരിക്കപ്പെട്ട വൈകാരികമായ അപക്വതകളെ കർത്താവ് സുഖപ്പെടുത്തണം. അതാണ് മാർപ്പാപ്പ പറയുന്ന സഭ എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയാണ്. യേശു ക്രിസ്തു ഒരു വൈദ്യനാണ്. ചിലർ പറയുന്നത് ഇത് എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ വൈകാരികമായിട്ട് ചില സിറ്റുവേഷൻസ് എനിക്ക് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് പറ്റാത്തത് ഒരു കുറവായിട്ടൊന്നും ചിലർക്ക് തോന്നണില്ല. അല്ലെ പക്വതയായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ, ഭാര്യ സങ്കടപ്പെടുമ്പോൾ ഭാര്യയോടൊപ്പം സങ്കടപ്പെടാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം പലർക്കും. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണോ, എന്താണ് അങ്ങനെ പലർക്കും അങ്ങനെ ഒരു സംശയം തോന്നാം. ഇത് മാർപ്പാപ്പ പറയുന്നത് ചിരിച്ചാലും കരഞ്ഞാലും ഒക്കെ മസിൽ പിടിച്ചിരിക്കുന്നത് പക്വതയുടെ ലക്ഷണമല്ല, അത് സ്വാർത്ഥതയുടെ ലക്ഷണമാണെന്നാണ്. അത് മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് ശരിയാണെന്ന്
തോന്നാൻ കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ സാധാരണ എൻ്റെ കൂട്ടുകാരോ ബന്ധുക്കളോ രോഗിയായിട്ട് കിടന്ന ഞാൻ കാണാൻ പോകാറില്ലേ. അപ്പോൾ അതിന് പല ന്യായീകരണങ്ങളും ഞാൻ പറയും. എന്താ ന്യായീകരണം? അതൊക്കെ അവർ പ്രാർത്ഥിച്ച് അവരുടെ കുടുംബത്തിൽ അവർ തന്നെ അതിനെ എന്ത് ചെയ്യണം, നേരിടേണ്ടതാണ്. ഇപ്പം ഞാൻ ചെന്ന അവരുടെ വേദന കുറയൂ, അത് എനിക്ക് കാണാൻ എന്താ എൻ്റെ ആവശ്യം എന്നൊക്കെ ഞാൻ ന്യായീകരണം പറയും. അവസാനം ഞാനൊരു 2 മാസം കിടന്നു. അപ്പോൾ ഞാൻ പറയണത് അവരെന്നെ കാണാൻ വന്നില്ല, ഇവരെന്നെ കാണാൻ വന്നില്ല, അവൻ എന്നെ ഒരു പ്രാവശ്യമേ കാണാൻ വന്നുള്ളൂന്ന്. ഏത് ഞാൻ കാണാനേ പോകാറില്ലേ. അപ്പോഴാണ് ഈ മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്വാർത്ഥതയുടെ മതിൽക്കെട്ടിനുള്ളിൽ ഒതുങ്ങിയിരുന്ന് എനിക്ക് 5 മിനിറ്റ് നേരം അവനൊന്ന് പോയി കണ്ട് സ്വാന്തനിപ്പിക്കാൻ, അവൻ്റെ ദുഃഖത്തിൽ കരയാതെ ഞാൻ എൻ്റെ ഉള്ളിൽ പറയണതെന്നറിയോ, അതൊക്കെ എന്തെങ്കിലും പാപം ചെയ്ത കാരണം വണ്ടിയിൽ നിന്ന് വീണ് കാലൊടിഞ്ഞതാണെന്ന്. അവസാനം ഞാൻ വീണ് കാലൊടിഞ്ഞപ്പോൾ എന്ത് പാപം ചെയ്ത, അത് ദൈവം എനിക്ക് എന്തോ ഒരു നന്മയ്ക്ക് വേണ്ടി തന്നതാണ്. വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുന്നത് ഒരു പക്വതയുടെ ലക്ഷണമായിട്ട് മാർപ്പാപ്പ കൃത്യം പറയുന്നുണ്ട്. അതൊരു സ്വാർത്ഥതയുടെ ഒരു ഭാഗമാണ്. എനിക്ക് വേണ്ട രീതിയിൽ സ്വയം കേന്ദ്രീകൃതയെ ഒളിപ്പിച്ചു വെക്കാനാണെന്നാണ് പറയണത്. നമുക്ക് സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടാവണം. ദൈവസ്നേഹം എന്താണെന്ന് കൃത്യമായി അനുഭവിക്കുന്നവനെ അത് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഈശോയുടെ മനുഷ്യാവതാരം പോലും ആ സ്നേഹത്തിന്റെ പ്രകടനമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ നമ്മളെപ്പോഴും വിളിക്കുന്നത് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് ആദ്യം ഈ വാക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ചിരിക്കണേ യേശുവിന് പാഷൻ, എന്താ ഈ പാഷൻ? പിന്നീടാണ് മദർ തെരേസയുടെയൊക്കെ ഒരു പ്രഭാഷണത്തിലൂടെയൊക്കെ എനിക്ക് മനസ്സിലായത്, പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അതാണ് പാഷൻ, വികാരം, തീവ്രവികാരം. ആ തീവ്ര വികാരത്തില് ആള് വേദന മറന്നു, കുരിശ് മറന്നു, മുൾമുടി മറന്നു, ഞാൻ നിരപരാധിയാണെന്നുള്ളത് മറന്നു. അപ്പോൾ പിതാവായ ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും വേദനയേക്കാൾ ഇരട്ടിയായിരുന്നു. അപ്പോൾ വേദനയേക്കാൾ ഇരട്ടി സ്നേഹം വരുമ്പോൾ വേദന അപ്രത്യക്ഷമാവും. അതിനെയാണ് യഥാർത്ഥത്തിൽ സഹനം എന്ന് നമ്മൾ വിളിക്കേണ്ടത്. ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ സ്വീകരിച്ചതുപോലെ അല്ലേ വൈദികര് ഒരുപക്ഷെ ദൈവവിളി സ്വീകരിക്കേണ്ടത്? ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പൗരോഹിത്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവസ്നേഹം കൂടുതൽ തീവ്രതയോടെ ഞാൻ അനുഭവിക്കാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഓട്ടം മറ്റു പലതിലേക്കും പോകുകയാണ്. അത് ആ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ തന്നെയാണ് ഇന്നത്തെ വെല്ലുവിളികളും ഇന്നത്തെ പ്രതിസന്ധികളും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളൊക്കെ എനിക്ക് നേരിടാനുള്ളൊരു കരുത്ത് കിട്ടുന്നത്. കാരണം നമ്മൾ പറയില്ലേ, നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കും. എനിക്ക് ആ സ്വരം, എനിക്ക് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്, ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാകാം. പക്ഷെ ഞാൻ ഒരിക്കലും നിരാശനല്ല. ഞാൻ രക്ഷാകര മനസ്സോടുകൂടെ തന്നെ വീണ്ടും എഴുന്നേറ്റ് ആ ദൈവസ്നേഹം അനുഭവിച്ച് ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു സ്നേഹത്തിൻ്റെ ബലിവസ്തുവായിട്ട് പകർത്താൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ അത് എത്രമാത്രം വിജയിക്കുന്നു എന്നുള്ളത് ഡോക്ടറെ അച്ഛനീ പറഞ്ഞതിൻ്റെ കൃത്യം എക്സ്പ്രഷനാണ്. മദർ തെരേസയോട് സൗദി അറേബ്യയിൽ മഠം തുടങ്ങാനായിട്ട് ഇഷ്ടം പോലെ പൈസ സ്ഥലം ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. മദർ തെരേസ ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, എനിക്ക് ആരാധനയ്ക്കുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അതിൻ്റെ കാരണം മദർ തെരേസ പറഞ്ഞത്, ഞാൻ കാലത്ത് 1 മണിക്കൂർ നേരം 2 മണിക്കൂർ നേരം ഈ ആരാധനയുടെ മുമ്പിലിരുന്ന് പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ എന്നോട് കാണിച്ച സ്നേഹം അനുഭവിക്കുന്നതിൻ്റെ ഊർജം കൊണ്ടാണ് എനിക്ക് ഒരു കുഷ്ഠരോഗീനെ ശുശ്രൂഷിക്കാൻ പറ്റണേ. അതില്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമായി. അപ്പൊ സാമൂഹ്യ പ്രവർത്തനമാണോ ദൈവരാജ്യ മഹത്വമാണോ എന്നത് അടങ്ങിയിരിക്കുന്നത് എൻ്റെ പ്രവൃത്തിയുടെ മോട്ടിവേഷൻ, സ്രോതസ്. അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞു, ലോകം മുഴുവൻ എഴുതി തന്നാലും വിശുദ്ധ കുർബാനയ്ക്ക് സൗകര്യമില്ലെങ്കിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് വരാൻ തയ്യാറുണ്ട്. കുടുംബത്തിലും നമുക്ക് ഇത് തന്നെയാണ്, ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധമില്ലായ്മയാണ് പലപ്പോഴും വൈകാരികതയിൽ നമ്മൾ പരാജയപ്പെടാൻ. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, എന്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കുറവുണ്ടെന്ന്. ഇത് സന്യാസികൾക്കോ
അച്ഛന്മാർക്കോ ബിഷപ്പിനോ പറഞ്ഞിട്ടുള്ളതല്ല. അവിടെ ഒരു പാഷൻ ഉണ്ടാകണം, ക്രിസ്തുവിനോടുള്ള ബന്ധം. ക്രിസ്തുവിനോടുള്ള ബന്ധമില്ലാതെ ഒരു മനുഷ്യന് ഭാര്യയെ വൈകാരികമായി സ്നേഹിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ പറയണത്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടത്, അങ്ങനെ ഒരു മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനൊരു മറുവശം ഉണ്ട്. എന്താണെന്നറിയോ? മറ്റുള്ളവരെക്കാൾ അധികമായി ഫ്രാൻസിസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് ഭാര്യനും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കുറച്ച് സമയമെങ്കിലും യേശുവുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന ഒരു പ്രണയം എൻ്റെ ജീവിതത്തിൽ കർത്താവായിട്ടുണ്ടാകിയാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ വ്യക്തിപരമായിട്ട് ഈശോ ആയിട്ടുള്ള പ്രണയത്തിൻ്റെ ഒരു കേന്ദ്രം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായാലാണ് കുടുംബജീവിതത്തിൽ ഇത് പ്രായോഗികമായി വളരുക. നമ്മുടെ വൈകാരിക സന്തുലിതാവസ്ഥ കുടുംബജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നത് ദൈവവുമായിട്ട് അടുത്തിരുന്ന് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ വളരുമ്പോൾ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ആ സമയത്ത് എനിക്ക് സാധിക്കും. അങ്ങനെ വൈകാരിക പക്വതയുള്ളവരായി ജീവിക്കാൻ, അങ്ങനെ കുടുംബത്തിൽ ഈ സംവേദകത്വത്തിൻ്റെ തീവ്രവികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു അവസരം കുടുംബജീവിതത്തിൽ വളർത്തിയെടുക്കാൻ, അങ്ങനെ സ്നേഹത്തിൽ ഈ വികാരങ്ങൾക്കുള്ള പങ്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായും ചർച്ചകൾ നമ്മെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വൈകാരിക പക്വതയിൽ വളരാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ, അങ്ങനെ പരസ്പരം ദാമ്പത്യ സ്നേഹത്തിൽ വളരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.